بسم الله الحمد لله حمدا كثيرا طيبا مباركا فيه وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أما بعد. عن أبي رقية تميم بن أوس الداري رضي الله عنه أن النبي صلى الله عليه وسلم قال: الدين النصيحة. قلنا: لمن؟ قال: لله ولكتابه ولرسوله ولأئمة المسلمين وعامتهم. رواه مسلم. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബൂ റുഖയ്യ തമീം ഇബ്നു ഔസ് അദ്ദാരി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനം ചെയ്യുന്നു, ദീൻ അത് നസീഹത്താണ്. അപ്പോൾ സഹാബാക്കൾ ചോദിച്ചു, ഖുൽനാ ലിമൻ, ആരോടുള്ള നസീഹത്താണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടിയായിക്കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനോട്, അവന്റെ കിതാബിനോട്, അവന്റെ റസൂലിനോട്, പിന്നെ മുസ്ലിങ്ങളിൽ പെട്ട ഭരണാധികാരികളോടും മുസ്ലിങ്ങളിലെ സാധാരണക്കാരായ ജനങ്ങളോടുമുള്ള നസീഹത്താണ് ദീന് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു. ഉലമാക്കൾ ഈ ഹദീസിന്റെ വിശദീകരണമായി കൊണ്ട് പറഞ്ഞു, അള്ളാഹുവിനോടുള്ള നസീഹത്ത് എന്താണ്? അവനിൽ നാം വിശ്വസിക്കലും അവനിൽ യാതൊന്നും പങ്കു ചേർക്കാതിരിക്കലും അവൻ എന്തൊക്കെ കാര്യങ്ങൾ കൽപ്പിച്ചുവോ അതിനെ അനുസരിക്കലും അവൻ എന്തൊക്കെ കാര്യങ്ങളിൽ നിന്ന് നമ്മെ തടഞ്ഞുവോ അതിൽ നിന്നെല്ലാം നാം വിട്ടുനിൽക്കലും. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള നസീഹത്ത്. അവന്റെ കിതാബിനോടുള്ള നസീഹത്ത്, അതായത് ഖുർആനോടുള്ള നസീഹത്ത്, അത് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് അവതരിച്ചതാണ് എന്ന് നാം വിശ്വസിക്കലും അതിനെ സത്യപ്പെടുത്തലും അതിനനുസരിച്ച് ജീവിക്കലുമാണ്. അതിൽ യാതൊരു കൈകടത്തലും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിക്കലും അത് അള്ളാഹുവിന്റെ കലാമാണ്, മഖ്ലൂഖല്ല എന്ന് വിശ്വസിക്കലും എന്താണ്? ഖുർആനിനോടുള്ള നസീഹത്താണ്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള നസീഹത്ത്, അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് വിശ്വസിക്കലും അദ്ദേഹത്തെ സത്യപ്പെടുത്തലും അള്ളാഹുവിന്റെ റസൂൽ എന്തൊക്കെ കൽപ്പിച്ചുവോ അതിനെയെല്ലാം അനുസരിക്കലും എന്തൊക്കെ നിരോധിച്ചോ അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കലുമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള നസീഹത്ത്. അതിനുശേഷം അള്ളാഹു റസൂൽ പറഞ്ഞു, വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, അതായത് മുസ്ലിമീങ്ങളിൽപ്പെട്ട ഭരണാധികാരികൾ, അവരോടുള്ള നസീഹത്ത് എന്താണെന്ന് ഉലമാക്കൾ വിശദീകരിച്ചത് അവരെ ഹക്കിൽ സഹായിക്കലാണ്. അവരെ സൗമ്യമായി കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും അതുപോലെ തന്നെ അവരിൽ നിന്ന് എന്തെങ്കിലും ഗഫ്ലത്തോ തെറ്റുകളോ ഉണ്ടായാൽ അവരോട് സൗമ്യമായ രീതിയിൽ അത് അറിയിച്ചു കൊടുക്കലും ഉപദേശിക്കലും അവരുടെ അനുസരണത്തിന് വേണ്ടി ജനങ്ങളെ നാം പ്രേരിപ്പിക്കുക, അതുപോലെ തന്നെ അവർക്കെതിരെ സംസാരിക്കാതിരിക്കലും അവർക്കെതിരെ ലഹളകൾ ഉണ്ടാക്കിക്കൊണ്ടോ മറ്റോ പുറപ്പെടാതിരിക്കലും അവരോടുള്ള നസീഹത്താണ്, ഭരണാധികാരികളോടുള്ള നസീഹത്താണ്. അതിനുശേഷം സാധാരണക്കാരോടുള്ള നസീഹത്ത്, സാധാരണ ജനങ്ങളോടുള്ള നസീഹത്ത്, അത് അവരോട് അനുകമ്പാപൂർവം പെരുമാറലും അവർക്ക് നന്മയും നല്ലതുമായ കാര്യങ്ങളിലേക്ക് അവർക്ക് ഉപദേശം നൽകുകയും നാം നമ്മുടെ നഫ്സിനെ സ്നേഹിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിനു വേണ്ടി സ്നേഹിക്കുകയും നമ്മുടെ നഫ്സിനു വേണ്ടി വെറുക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഉമ്മത്തിനു വേണ്ടി നമ്മുടെ സമൂഹത്തിനു വേണ്ടി നാം വെറുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സാധാരണക്കാരായ ജനങ്ങളോടുള്ള നസീഹത്ത്. അതുപോലെ തന്നെ ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ജരീർ ഇബ്നു അബ്ദുല്ല റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബായഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലാ ഇഖാമത്തി സ്വലാത്തി വ ഇതാഇ സകാത്തി വന്നുസ്ഹി ലികുല്ലി മുസ്ലിമിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഞങ്ങൾ നമസ്കാരം നിലനിർത്തുന്നതിനും സക്കാത്ത് നൽകുന്നതിനും എല്ലാ മുസ്ലിമീങ്ങൾക്കുള്ള നസീഹത്തിനും വേണ്ടി ബൈഅത്ത് ചെയ്തു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നാമത്തെ ഹദീസിൽ, നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസിൽ ദീനിനെ എന്തായിട്ട് നാമകരണം ചെയ്തു? അൻ നസീഹ, അദ്ദീനുൻ നസീഹ എന്ന് പറഞ്ഞു. നമ്മുടെ ഈ ദീനിന്റെ നെടും തൂണാണെന്ത്? നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടിയുള്ള നസീഹത്ത് എന്നുള്ളത്. ഇബ്നു മുബാറക് റഹിമഹുല്ലായോട് ചോദിക്കപ്പെട്ടു, ഏറ്റവും ഉത്തമമായ അമൽ ഏതാണെന്ന്. അദ്ദേഹം മറുപടിയായിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള നസീഹത്ത്, അതാണ് ഏറ്റവും ഉത്തമമായ അമലെന്ന്. അപ്പോൾ നമ്മുടെ സഹോദരൻ ഒരു തെറ്റിലേക്ക് പോകുന്നത് കണ്ടാൽ അതിൽ നിന്ന് അവനെ തടയൽ അവനോടുള്ള നസീഹത്താണ്. എന്തിനേറെ ഈ ഉമ്മത്തിനെ ഉത്തമ സമുദായമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുവാൻ കാരണമായിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണ് ഖുർആനിൽ പറഞ്ഞത്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅമുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകരി വതുഅ്മിനൂന ബില്ലാഹ്. ജനങ്ങൾക്ക് വേണ്ടി പുറത്തെടുക്കപ്പെട്ട ഉത്തമ സമുദായമാകുന്നു നിങ്ങൾ. കാരണമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? നിങ്ങൾ നന്മ കൽപ്പിക്കുകയും
തിന്മയെ തൊട്ട് തടയുകയും ചെയ്യുന്നു, അതുപോലെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു. ഇതാണെന്ത് ഈ ഉമ്മത്തിനെ ഏറ്റവും ഉത്തമ സമുദായമാക്കിയ സ്വഭാവ വിശേഷണം. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബഅ്ദുഹും ഔലിയാഉ ബഅദ് യഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. മുഅ്മിനുകളും മുഅ്മിനാത്തുകളും പരസ്പരം മിത്രങ്ങളാകുന്നു, അവർ നന്മ കൽപ്പിക്കുകയും തിന്മ തടയുകയും ചെയ്യുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വൽ തകുൻ മിൻകും ഉമ്മത്തുൻ യദ്ഊന ഇലൽ ഖൈരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകരി വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങളിൽ നിന്ന് നന്മയിലേക്ക് ക്ഷണിക്കുകയും ഖൈറിലേക്ക് ക്ഷണിക്കുകയും നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യുന്ന ഒരു സമുദായം ഉണ്ടായിരിക്കട്ടെ, ഒരു ഉമ്മത്ത് ഉണ്ടായിരിക്കട്ടെ. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. അപ്പോൾ ഒരു നന്മ കൽപ്പിക്കുകയും തിന്മയിൽ നിന്ന് തടയുകയും ചെയ്യുക എന്നത് എന്താണ്? മുഅ്മിനിന്റെ സിഫത്തായിട്ട്, അല്ലെങ്കിൽ ഒരു മുഅ്മിനത്തിന്റെ സിഫത്തായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഇമാം മുസ്ലിം റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ അബൂ സഈദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്ത ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി ഫഇൻ ലം യസ്തതിഅ ഫബിലിസാനിഹി ഫഇൻ ലം യസ്തതിഅ ഫബിഖൽബിഹി വദാലിക അദ്അഫുൽ ഈമാൻ. നിങ്ങളിൽ നിന്ന് ആരെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അത് കൈകൊണ്ട് തടയുക, അതിനവന് കഴിയുകയില്ലെങ്കിൽ, സാധിക്കുന്നില്ലെങ്കിൽ നാവ് കൊണ്ട്, അതിനും സാധിക്കുന്നില്ലെങ്കിൽ അതിനെ കൽബ് കൊണ്ട് വെറുക്കുക, അത് ദീനിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. അതായത് കൽബ് കൊണ്ട് വെറുക്കൽ എന്നുള്ളത്, ഒരു മുൻകർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ആ ഒരു തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അതിനെ നാം കൈകൊണ്ട് തടയുക, അതിന് കഴിയുകയില്ലെങ്കിൽ, സാധിക്കുന്നില്ലെങ്കിൽ അവൻ അതിനെ നാവ് കൊണ്ട് തടയുക, അതിനും കഴിയുന്നില്ലെങ്കിൽ അവൻ കൽബ് കൊണ്ട് വെറുക്കട്ടെ, അത് ദീനിന്റെ ഏറ്റവും താഴ്ന്ന പടിയാണ്. അതിനും താഴോട്ടൊരു പടിയില്ല. ഈ ഹദീസുകളിൽ നിന്നും ഖുർആൻ ആയത്തുകളിൽ നിന്നും നാം മനസ്സിലാക്കിയത് എന്താണ്? ഒരു തെറ്റ് അത് ആരെങ്കിലും ചെയ്യുന്നത് കണ്ടാൽ, അതൊരു വ്യക്തിയാകട്ടെ ഒരു സമൂഹമാകട്ടെ, അവരെ ആ തെറ്റിൽ നിന്ന് തടയലും അവർക്ക് നസീഹത്ത് നൽകലും നമ്മുടെ മേൽ അനിവാര്യമാണ്, നമ്മുടെ മേൽ നിർബന്ധമാണ്, നമ്മുടെ ബാധ്യതയാണത്. ഇനി അതിൽ നിന്ന് തന്നെ ആ തെറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒരു സഹോദരനോ ഭാര്യയോ മാതാപിതാക്കളോ പുത്രന്മാരോ നമ്മുടെ ബന്ധുക്കളോ ആണെങ്കിലോ നമ്മുടെ ബാധ്യത അവിടെ വർദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ തന്റെ നബിയോട് പറഞ്ഞു, വഅൻസിർ അശീറതകൽ അഖറബീൻ, നീ നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് താക്കീത് നൽകുക എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ, വിശ്വസിച്ചവരെ നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെയും സ്വന്തം ദേഹങ്ങളെയും നിങ്ങളുടെ ബന്ധുക്കളെയും നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഉലുൽ അർഹാമി ബഅദുഹും ഔലാ ബിബഅദിൻ ഫീ കിതാബില്ലാഹി മിനൽ മുഅ്മിനീന വൽ മുഹാജിരീൻ, രക്തബന്ധമുള്ളവർ അള്ളാഹുവിന്റെ കിതാബിൽ, അള്ളാഹുവിന്റെ നിയമത്തിൽ, ഈ ശരീഅത്തിൽ മുഅ്മിനീനേക്കാളും മുഹാജിറുകളെക്കാളും അടുപ്പമുള്ളവരാണ്, രക്തബന്ധമുള്ളവർ. അതെ, അപ്പോ ഈ തെറ്റ് ചെയ്യുന്നത് നമ്മുടെ ബന്ധുക്കളാണെങ്കിൽ നമ്മൾ അവർക്ക് താക്കീത് ചെയ്യലും നസീഹത്ത് ചെയ്യലും നമ്മുടെ മേൽ ഏറ്റവും വലിയ ബാധ്യതയാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കുക, വഖാലല്ലദീന ആമനു ഇന്നൽ ഖാസിരീനല്ലദീന ഖസിറൂ അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ, വിശ്വസിച്ചവർ പറയും, അതായത് നാളെ യൗമുൽ ഖിയാമയിൽ സ്വന്തം ദേഹങ്ങളെയും തങ്ങളുടെ സ്വന്തക്കാരെയും നഷ്ടപ്പെട്ടവരാകുന്നു യഥാർത്ഥ നഷ്ടക്കാർ. ആരൊക്കെ സ്വന്തം ദേഹങ്ങളെ നഷ്ടപ്പെടുകയും സ്വന്തം കുടുംബക്കാരെയും നാളെ യൗമുൽ ഖിയാമയിൽ നഷ്ടപ്പെട്ടവരാണ് യഥാർത്ഥ നഷ്ടക്കാർ. തീർച്ചയായും അവർ തന്നെയാകുന്നു യഥാർത്ഥ നഷ്ടക്കാർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ കുടുംബക്കാരെ തെറ്റുകളിൽ നിന്ന് തടയലും അവർക്ക് ഉപദേശം നൽകലും നസീഹത്ത് നൽകലും നമ്മുടെ മേൽ ബാധ്യതയാണ്. ഇതിനെ മുൻനിർത്തിക്കൊണ്ട്, ഈ ആയത്തുകളെയും ഖുർആൻ ആയത്തുകളെയും ഹദീസിനെയും മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എൻ്റെ കുടുംബക്കാർക്ക് നസീഹത്ത് നൽകുന്നത്, നമ്മുടെ ഈ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും പടർന്നു പിടിച്ച് ഏറ്റവും വലിയ മുൻകറാത്തുകൾപ്പെട്ട ഒരു മുൻകറത്താണ് സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള കൂടിക്കലരൽ. അത് മദ്രസകളിലാകട്ടെ അല്ലെങ്കിൽ സ്കൂളുകളിലാകട്ടെ നമ്മുടെ കുടുംബക്കാർക്കിടയിലാകട്ടെ വളരെ വ്യാപിച്ചിരിക്കുന്നു ഈ തെറ്റ്. അതുകൊണ്ട് തന്നെ ഈ തെറ്റിൽ നിന്ന് നമ്മുടെ സ്വന്തത്തെ നാം സംരക്ഷിക്കുകയും മാറ്റി നിർത്തുകയും ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ കുടുംബക്കാർക്കും സമൂഹത്തിനും നസീഹത്ത് നൽകലും അവരെ അതിൽ നിന്ന് തടയലും നമ്മുടെ മേൽ നിർബന്ധമാണ്. ഒരു
സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് അവർ തമ്മിൽ അന്യരാണെങ്കിൽ അവർക്ക് ഇടപഴകുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയതെന്ന് നമ്മൾ ഖുർആൻ ഓതിയാൽ നമുക്ക് മനസ്സിലാവും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വഇദാ സഅൽതും മതാഅൻ ഫസ്അലൂഹുന്ന മിൻ വറാഇ ഹിജാബ്. ഇസ്ലാമിൽ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള ഇടപഴകലിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ അവരോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു മറയുടെ പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളുക. ഒരു മറ സ്വീകരിച്ചിട്ട് അതിന് പിന്നിൽ നിന്ന് ചോദിച്ചു കൊള്ളുക. ഇത് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരായ, നമ്മുടെ ഉമ്മമാരായ, ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമ വനിതകളായ സ്ത്രീകളുടെ മേൽ അവതരിച്ച ആയത്താണ്. അത് നമ്മുടെ മാതാക്കളായ അവരോട് ഒരു കാര്യം ചോദിക്കണമെങ്കിൽ തന്നെ നിങ്ങൾ മറയുടെ പിന്നിൽ നിന്ന് ചോദിക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. അപ്പോൾ മറ്റുള്ള സ്ത്രീകളുടെ കാര്യം എങ്ങനെയാണ്? സുബ്ഹാനല്ലാഹ്. നമുക്കൊരു സ്ത്രീയെ നോക്കുമ്പോൾ വികാരമുണ്ടാവുമെങ്കിൽ മാത്രമേ ആ സ്ത്രീയെ നോക്കുന്നതിൽ നിന്ന് വിലക്കുള്ളൂ എന്ന് വാദിക്കുന്നവർ ഈ ആയത്തിനെ കുറിച്ച് ചിന്തിക്കട്ടെ. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇദാ സഅൽതും എന്ന് പറഞ്ഞതിൽ ആദ്യം പ്രവേശിക്കുന്നത് ആരാണ്? സഹാബാക്കളാണ്. അപ്പോൾ ഇങ്ങനെ വാദിക്കുന്നവർ സഹാബാക്കളുടെ മനസ്സിൽ നമ്മുടെ മാതാക്കളെ കാണുന്നത് കാരണമായി എന്തെങ്കിലും വികാരം ഉണ്ടാകുന്നത് കാരണം കൊണ്ടാണോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വിലക്കിയത്? ഹൈഹാത്ത്. അവർ ഈ വിഭാഗം ആരോപിക്കുന്നതിൽ നിന്നൊക്കെ എത്രയോ വിദൂരമാണ്. അവർ എത്രയോ ഉത്തമരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അള്ളാഹു അവരെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു, അള്ളാഹുവെ കൊണ്ട് അവരും തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇമാം ബുഖാരി അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഏറ്റവും ഉത്തമമായ ജനത അത് എന്റെ നൂറ്റാണ്ടിൽപ്പെട്ടവരാണ്. അതായത് സഹാബാക്കളാണ്. ഏറ്റവും ഉത്തമരായ സഹാബാക്കളുടെ ഇവർ ആരോപിക്കുന്നത് പോലെ, അതായത് ഈ വിഭാഗം ആരോപിക്കുന്നത് പോലെ സഹാബാക്കളുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു കുഴപ്പമുള്ളത് കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്ത്രീകളെ കാണുന്നതിൽ നിന്ന് അല്ലാഹു തടഞ്ഞതെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മളായിരിക്കും ആദ്യം ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ഉമ്മത്ത് എത്രത്തോളം മോശപ്പെട്ട അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് തന്നെ അറിയാം. ഏറ്റവും ഉത്തമമായ സമുദായമാകുന്ന സഹാബാക്കൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി എന്താണ് പറഞ്ഞത്? ഒരു അന്യ സ്ത്രീക്ക് ഇസ്ലാമിൽ ഒരു പുരുഷനോട് സംസാരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു പുരുഷന് ഒരു അന്യ സ്ത്രീയോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഒരു മറ എടുത്തുകൊണ്ട് ആ മറയുടെ പിന്നിൽ നിന്ന് ചോദിക്കട്ടെ എന്ന്. എന്നിട്ടോ അത് മാത്രമാണോ? അല്ല. അതിനുശേഷം ഈ സൂറത്തിൽ, അതായത് ഇത് സൂറത്തുൽ അഹ്സാബിലെ ആയത്താണ്, ഈ സൂറത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതിനുശേഷമുള്ള ആയത്തുകളായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇനിത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗലി ഫയത്മഅല്ലദീ ഫീ ഖൽബിഹി മറദ്. നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്ന തഖ്വയുള്ള സ്ത്രീകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അന്യരോട് മൃദുലമായ സ്വരത്തിൽ സംസാരിക്കരുത്. അത് ഹൃദയത്തിൽ രോഗമുള്ളവന് നിങ്ങളോട് മോഹം തോന്നിപ്പിച്ചേക്കാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ അന്യ സ്ത്രീയോട് സംസാരിക്കണമെങ്കിൽ, ഇസ്ലാമിൽ ഒരു അന്യ സ്ത്രീയോട് ഒരു പുരുഷൻ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ 2 കാര്യങ്ങളാണ് നിബന്ധനയായിട്ട് വെച്ചിട്ടുള്ളത്. വളരെ വ്യക്തമാണ് ഈ ആയത്തിൽ കൂടിയത്. 1, അത് മറയുടെ പിന്നിൽ നിന്നായിരിക്കുക. 2, തന്റെ ശബ്ദം മയപ്പെടുത്തി സ്ത്രീ ആവട്ടെ അതുപോലെ തന്നെ പുരുഷനാവട്ടെ സംസാരിക്കാതിരിക്കുക. ഈ 2 നിബന്ധനകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മുസ്ലിം പുരുഷനും സ്ത്രീക്കും തമ്മിൽ അന്യ പുരുഷനും സംസാരിക്കണമെങ്കിൽ ഇസ്ലാമിൽ നിയമമാക്കി വെച്ചിട്ടുള്ളത്. ഇനി ഒരു സ്ത്രീക്ക് ആരൊക്കെയാണ് അന്യപുരുഷൻ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുബയ്യിനൻ ലി ശരീഅത്തി, അല്ലാഹു തന്റെ ശരീഅത്തിനെ വ്യക്തമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈ സൂറത്തുൽ ഹസാബിൽ തന്നെ, ലാ ജുനാഹ അലൈഹിന്ന ഫീ ആബാഇഹിന്ന വലാ അബ്നാഇഹിന്ന വലാ ഇഖ്വാനിഹിന്ന വലാ അബ്നാഇ ഇഖ്വാനിഹിന്ന വലാ അബ്നാഇ അഖവാതിഹിന്ന വലാ നിസാഇഹിന്ന വലാ മാ മലകത് യമീനുഹുന്ന. അവരുടെ പിതാക്കൾ, അവരുടെ പുത്രന്മാർ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ സഹോദര പുത്രന്മാർ, അവരുടെ സഹോദരീ പുത്രന്മാർ, അവരുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകൾ, അടിമകൾ എന്നിവരുമായി ഇടപഴകുന്നത് സ്ത്രീകൾക്ക് യാതൊരു തെറ്റുമുണ്ടാകുന്ന കാര്യമല്ല. അപ്പൊ ബാക്കിയുള്ളവരാരാണ്? അന്യപുരുഷന്മാരാണ്. അതിനുശേഷം സൂറത്തു നൂറിൽ 31-ാമത്തെ ആയത്തായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കുറച്ചുകൂടി വിശദീകരിക്കുകയാണ്. വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ളഹറ മിൻഹാ വൽയദ്രിബ്ന ഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന വലാ യുബ്ദീന സീനതഹുന്ന
إلا لبعولتهن أو آبائهن أو آباء بعولتهن أو أبنائهن أو أبناء بعولتهن أو إخوانهن أو بني إخوانهن أو بني أخواتهن أو نسائهن أو ما ملكت أيمانهن أو التابعين غير أولي الإربة من الرجال أو الطفل الذين لم يظهروا على عورات النساء ولا يضربن بأرجلهن ليعلم ما يخفين من زينتهن وتوبوا إلى الله جميعا أيها المؤمنون لعلكم تفلحون. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സ്ത്രീക്ക് ഇസ്ലാമിൽ ആരോടൊക്കെ ഇടപഴകാമെന്ന് വ്യക്തമാക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈ ആയത്തിൽ, അതായത് അവരുടെ ഭർത്താക്കന്മാർ, അവരുടെ പിതാക്കൾ, അവരുടെ ഭർത്താവിന്റെ പിതാക്കൾ, അവരുടെ പുത്രന്മാർ, അവരുടെ ഭർത്താവിന്റെ പുത്രന്മാർ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ സഹോദരപുത്രന്മാർ, അവരുടെ സഹോദരീ പുത്രന്മാർ, മുസ്ലിങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ, അവരുടെ അടിമകൾ, ലൈംഗിക ആസക്തി നശിച്ച പുരുഷന്മാരായ പരിചാരകർ, സ്ത്രീകളുടെ സൗന്ദര്യം തിരിച്ചറിയാൻ കഴിയാത്ത കുട്ടികൾ എന്നിവരോടാണ് അവർക്ക് മറയില്ലാതെ ഇടപഴകുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ശരീഅത്തിൽ അനുവദിച്ചു നൽകിയത്. അതുപോലെ തന്നെ തന്നിൽ നിന്ന് മുല കുടിച്ച കുട്ടികൾ തന്റെ മാതാവിന്റെ സഹോദരങ്ങളും പിതാവിന്റെ സഹോദരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നതാണ്. ഈ ആയത്തിൽ കൂടി അവരും ഉൾപ്പെടും. ഇത്രയും അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കിയ ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവരും ആ സ്ത്രീകൾക്ക് എന്താണ്? അന്യപുരുഷന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായാണ്, എത്ര വ്യക്തമായാണ് അല്ലാഹു കാര്യങ്ങൾ അവതരിപ്പിച്ചത്. സുബ്ഹാനല്ലാഹ്. അത് നമ്മൾ ചിന്തിക്കണം. ഒരു സ്ത്രീക്ക് അവളുടെ ഭർത്താവിന്റെ സഹോദരനോട് മറയില്ലാതെ സംസാരിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ല. അതുപോലെ തന്നെ തന്റെ പിതൃ സഹോദരന്റെയോ മാതൃ സഹോദരന്റെയോ മക്കളോടോ മറയില്ലാതെ ഇടപഴകുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടില്ല. അവരൊക്കെ അവൾക്ക് എന്താണ്? അന്യപുരുഷനാണ്. അതുപോലെ തന്നെ മറിച്ചും ഒരു പുരുഷന് അവന്റെ സഹോദരന്റെ ഭാര്യയോടോ തന്റെ ഭാര്യയുടെ സഹോദരിയോടോ തന്റെ പിതാവിന്റെ സഹോദരന്റെ ഭാര്യയോടോ മാതാവിന്റെ സഹോദരന്റെ ഭാര്യയോടോ, അതായത് കൊച്ചാപ്പയുടെ ഭാര്യയോടോ ഇല്ലെങ്കിൽ അമ്മാവന്റെ ഭാര്യയോടോ അവരുടെ പെൺമക്കളോടോ എന്താണ് അവന് സംസാരിക്കുവാൻ ഇല്ലെങ്കിൽ ഇടപഴകുവാൻ അനുവാദമുള്ളതല്ല, മറയുടെ പിന്നിൽ നിന്നല്ലാതെ. അവരെല്ലാം ആരാണ്? അവർക്ക് അന്യസ്ത്രീകളാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ ശരീഅത്ത് എത്ര വ്യക്തമാണ്. ഇത്രയും വളരെ വ്യക്തമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ, ആയത്തുകൾ അവതരിപ്പിച്ച് നൽകിയിട്ടും ഈ ആയത്തുകളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ, ഇതിൽ നിന്നുള്ള ജഹൽ കൊണ്ടാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ അന്യസ്ത്രീകളോട് സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിന്റെ ഇല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ അനിയത്തിയോട് നമ്മൾ സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മുടെ കൊച്ചാപ്പയുടെ ഭാര്യയോട് നമ്മൾ സംസാരിക്കുന്നത് ഇതൊന്നും അറിയാത്തത് കൊണ്ടാണോ? ഈ കാര്യത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന എത്ര സത്യവിശ്വാസികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, എത്ര മുഅ്മിനീങ്ങളായ മനുഷ്യർ നമ്മുടെ കുടുംബത്തിലുണ്ട്. തന്റെ സഹോദരന്റെ ഭാര്യയോടും തന്റെ കൊച്ചാപ്പമാരുടെ മക്കളോടും യാതൊരു മറയുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കൽപ്പനകളെ കാറ്റിൽ പറത്തിക്കൊണ്ട് കളിച്ചും ചിരിച്ചും എന്തിനേറെ ദേഹത്ത് സ്പർശിച്ചും വരെ ഇടപഴകുന്നവർ എത്ര അധികമാണ് നമ്മുടെ കുടുംബത്തിൽ. അല്ലാഹുൽ മുസ്തആൻ. കണ്ണുകൾ കൊണ്ടുള്ള നോട്ടത്തെ അത് വ്യഭിചാരമാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ബുഖാരിയിലും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിനൽ ഐനൈനി നദർ, കണ്ണുകളുടെ വ്യഭിചാരം അത് നോട്ടമാണ്. അത് നീ ഒരു അന്യ സ്ത്രീയിലേക്ക് നോക്കുമ്പോൾ നീ അവളെ നിന്റെ കണ്ണുകൾ കൊണ്ട് വ്യഭിചരിക്കുകയാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അതായത് നീ നിന്റെ സഹോദരന്റെ ഭാര്യയിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ സഹോദരിയിലേക്ക് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നിന്റെ പിതൃ സഹോദരന്റെ ഭാര്യയിലേക്ക് അവളുടെ പെൺമക്കളിലേക്കോ നീ നോക്കുമ്പോൾ നീ അവരെ നിന്റെ കണ്ണുകൾ കൊണ്ട് വിഭജിക്കുന്നതിന് തുല്യമാണ്. അത് നിന്റെ മേൽ ഹറാമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക? നമ്മൾ നമ്മുടെ കണ്ണുകൾ താഴ്ത്തുക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ജരീർ ബിൻ അബ്ദില്ല റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെട്ടെന്നുള്ള ഒരു നോട്ടത്തിനെ കുറിച്ച് ചോദിച്ചു, യാദൃശ്ചികമായിട്ടുള്ള ഒരു നോട്ടം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മറുപടി പറഞ്ഞത്? യുസ്രിഫ് ബസറക്, നീ നിന്റെ കണ്ണുകളെ മാറ്റിക്കളയുക, തിരിക്കുക, താഴ്ത്തുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യാദൃശ്ചികമായ ഒരു നോട്ടം, അറിയാതുള്ളൊരു നോട്ടത്തിനെ കുറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അപ്പോൾ അറിയാതൊരു നോട്ടം നമ്മൾ നോക്കിപ്പോയാൽ നമ്മുടെ കണ്ണുകൾ നമ്മൾ വേഗം തിരിക്കുക. ആ ഒരു നോട്ടത്തിന് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പിടിക്കുന്നതല്ല. അപ്പോൾ ഈ അവരിലേക്ക് നോക്കുകയും അവരോട് ഇടപഴകുകയും കളിച്ചും ചിരിച്ചുമൊക്കെ ഇടപഴകുന്നവരുടെ അവസ്ഥ എന്താണ്? അല്ലാഹുൽ മുസ്തആൻ. നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ഭയപ്പെടുക. അല്ലാഹു തആല പറഞ്ഞു, ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിന്ന വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ.
നബിയെ നീ മുഅ്മിനീങ്ങളോട് അവരുടെ നോട്ടത്തെ താഴ്ത്തുവാനും ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും കൽപ്പിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. തീർച്ചയായും അവർ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായും വ്യക്തമായും അള്ളാഹു അറിയുന്നവനാണ്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസിനികളായ സ്ത്രീകളോട് പറഞ്ഞു, എന്ത് വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. നബിയെ നീ മുഅ്മിനത്തുകളായ സ്ത്രീകളോട് കൽപ്പിക്കുക അവരുടെ കണ്ണുകൾ താഴ്ത്തുവാനും അവരുടെ ഗുഹ്യാവയവങ്ങൾ കാത്തു സൂക്ഷിക്കുവാനും. ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇത് മുഅ്മിനീങ്ങളുടെ അടയാളമാണ്. അന്യ സ്ത്രീകളിൽ നിന്ന് അവർ കണ്ണ് താഴ്ത്തുന്നവരായിരിക്കും. അതുപോലെ തന്നെ അന്യ പുരുഷന്മാരിൽ നിന്ന് അവർ കണ്ണുകൾ താഴ്ത്തുന്നവരായിരിക്കും. അല്ലയോ മുസ്ലിമേ, നമ്മൾ ഈ ആയത്തുകളെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണോ, അതേ നമുക്ക് ഈ ആയത്തിനെ കൊണ്ട് ജഹല് കാരണമാരാണോ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ കുടുംബക്കാരോട് ഇങ്ങനെ അടുത്ത് ഇടപഴകിക്കൊണ്ട് നമ്മൾ അവരോട് നേരിട്ട് കണ്ടുകൊണ്ട് അവരുടെ ദേഹത്ത് സ്പർശിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്, ഇല്ലെങ്കിൽ അവരോട് ഇടപഴകുന്നത്? അതോ അള്ളാഹുവിന്റെ ആയത്തുകളെ ഇതെല്ലാം കേട്ടതിന് ശേഷം അതിനെ നിഷേധിക്കുന്നവരുടെ കൂട്ടത്തിലാണോ നമ്മൾ? അല്ലെങ്കിൽ അത് കേൾക്കാത്തതുപോലെ ഉള്ളവരുടെ കൂട്ടത്തിലാണോ നമ്മൾ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, ഇദാ തുത്ലാ അലൈഹി ആയാതുനാ വല്ലാ മുസ്തക്ബിറൻ കഅൻ ലം യസ്മഅഹാ കഅന്ന ഫീ ഉദനിഹി വഖറാ ഫബശ്ശിർഹു ബിഅദാബിൻ അലീം. അവന് നമ്മുടെ വചനങ്ങൾ ഓതി കേൾപ്പിക്കുകയാണെങ്കിൽ, ആയത്തുകൾ ഓതി കേൾപ്പിക്കുകയാണെങ്കിൽ അവൻ അഹങ്കരിച്ചുകൊണ്ട് തിരിഞ്ഞു കളയുന്നതാണ്. അവൻ അത് കേൾക്കാത്തവനെ പോലെ, അവന്റെ ഇരു കാതുകളിലും അടപ്പുള്ളവനെ പോലെ അവൻ എന്ത് ചെയ്യും? അത് തിരിഞ്ഞു കളയും. അവൻ കേൾക്കാത്തവനെ പോലെ പോകും. അള്ളാഹുവിന്റെ ആയത്തുകൾ അവനിലേക്ക് ഓതി കേൾപ്പിച്ചു കൊടുത്താൽ നീ അവന് വേദനയേറിയ ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത്. നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ വിഭാഗത്തിൽ പെടുവാനാണോ ഉദ്ദേശിക്കുന്നത്? അതായത് അള്ളാഹു പറഞ്ഞ ഈ ചെവിയിൽ അടപ്പുള്ളവരുടെ കൂട്ടത്തിൽ പെടുവാനാണോ നാം ഉദ്ദേശിക്കുന്നത്? അതോ അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ കുറിച്ച് എന്താണ് പറഞ്ഞത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അള്ളാഹുവും റസൂലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഒരു വിശ്വാസിനിക്കും തങ്ങളുടെ കാര്യത്തിൽ സ്വന്തമായ അഭിപ്രായം ഉണ്ടായിരിക്കില്ല. അതാണ് മുഅ്മിനിന്റെ അവസ്ഥ. അത് നമ്മളൊരു മുഅ്മിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ കാര്യത്തിൽ, അള്ളാഹു വിധിയാക്കിയ ഈ കാര്യത്തിൽ, അള്ളാഹും റസൂലും അവന്റെ ശരീഅത്തിൽ വിധിയാക്കിയ ഈ കാര്യത്തിൽ നമ്മൾ കീഴൊതുങ്ങുക. അവന്റെ കൽപ്പനയെ നാം സ്വീകരിക്കുക. നമുക്കെന്തുണ്ട്? സ്വർഗമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാകിനിൽ ലദീന തഖവ റബ്ബഹും ലഹും ജന്നാത്തുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ. എന്നാൽ എന്താണ്? തങ്ങളുടെ രക്ഷിതാവിനെ സൂക്ഷിച്ച് ജീവിച്ചവരാരോ അവർക്കാണ് താഴ്ഭാഗത്തുകൂടി അരിവുകൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ഉള്ളത്. നമ്മൾ ഈ സമൂഹത്തിനെ ചൂഴ്ന്നു പിടിച്ച ഈ തിന്മയിൽ നിന്ന്, ചൂഴ്ന്നു നിൽക്കുന്ന ഈ തിന്മയാണിത്. അതിൽ നിന്ന് എന്ത് ചെയ്യുക? നമ്മുടെ നഫ്സിനെ നമ്മൾ സംരക്ഷിക്കുക. നമ്മുടെ കുടുംബത്തെ അതിൽ നിന്ന് താക്കീത് ചെയ്യുകയും ചെയ്യുക. അന്യ സ്ത്രീകളിലേക്ക് നാം പ്രവേശിക്കുന്നതിനെ നാം എന്ത് ചെയ്യുക? മതിയാക്കുക. നമ്മുടെ ഭാര്യയുടെ സഹോദരിയിലേക്കും സഹോദരന്റെ ഭാര്യയുടെ മുഖത്തേക്കും അല്ലെങ്കിൽ അടുത്തേക്കും പ്രവേശിക്കുന്നത് എന്ത് ചെയ്യുക? നമ്മൾ നിർത്തുക. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നിവേദനം ചെയ്യുന്നു. എന്ത്? ഇയ്യാകും വദ്ദുഖൂൽ അലൻ നിസാ, ഇയ്യാകും വദ്ദുഖൂൽ അലൻ നിസാ. നിങ്ങൾ സ്ത്രീകളിലേക്ക് പ്രവേശിക്കുന്നതിനെ സൂക്ഷിക്കുക. നിങ്ങൾ അന്യ സ്ത്രീകളിലേക്ക് പ്രവേശിക്കുന്നതിനെ സൂക്ഷിക്കുക. ഇത് കേട്ടൊരു അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ ചോദിച്ചു, അല്ലയോ റസൂലെ, ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കളെ കുറിച്ച് അറിയിച്ചു തന്നാലും? അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കൾ കുഴപ്പമില്ലെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽഹമുൽ മൗത്ത്, അൽഹമുൽ മൗത്ത്. ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കൾ മരണമാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹുൽ മുസ്തആൻ. എത്ര അപകടം പിടിച്ച താക്കീതാണിത്! ഭർത്താവിന്റെ ബന്ധുക്കൾ മരണമാണെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നാം നമ്മുടെ റസൂലിന്റെ വചനങ്ങളെ സ്വീകരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത്, വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു വത്തഖുല്ലാഹ ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. നിങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതെന്തോ അത് സ്വീകരിക്കുക, അദ്ദേഹം വിലക്കിയതിൽ നിന്ന് വിട്ടു നിൽക്കുക. നിശ്ചയമായും അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. എത്രയോ പുരുഷന്മാരും സ്ത്രീകളുമാണ് അന്യ സ്ത്രീകളോടും അന്യ പുരുഷന്മാരോടും ദേഹത്ത് സ്പർശിക്കുകയും അവർക്ക് കൈ കൊടുക്കുകയും ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? തൊബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ മഅഖിൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅൻ യതഅന ഫീ റഅസി അഹദികും ബിമിഖിയത്തിൻ മിൻ ഹദീദിൻ ഖൈറുൻ ലഹു മിൻ അൻ യമുസ്സു ഇംറഅതൻ ലാ തഹില്ലു ലഹു. ഒരുവൻ അവന്റെ തലയിൽ ഇരുമ്പ് കൊണ്ടുള്ള ആണി കുത്തി ഇറക്കുന്നതാണ്, അവന്റെ തലയിൽ കുത്തി ഇറക്കുന്നതാണ് അവന് അനുവദനീയമല്ലാത്ത ഒരു സ്ത്രീയുടെ ദേഹത്ത് സ്പർശിക്കൽ. അതായത് അന്യ സ്ത്രീയായ ഒരു
പെൺകുട്ടിയുടെ ദേഹത്ത് അവൻ സ്പർശിക്കൽ അവന്റെ തലയിൽ ഇരുമ്പാണ് കൊണ്ട് കുത്തിയിറക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്, എത്ര അപകടകരമായ താക്കീതാണിത്. ആരാണ് ഒരാൾ തന്റെ തലയിൽ ഇരുമ്പ് കൊണ്ടുള്ള ഒരു ആണി കുത്തിയിറക്കുവാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നത്? അങ്ങനെ അല്ലാത്തവൻ എങ്ങനെയാണ് ഒരു അന്യസ്ത്രീയെ സ്പർശിക്കുന്നത് ഇഷ്ടപ്പെടുന്നത്? അതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറയുന്നവനായിട്ടാണോ നാം ധരിച്ചു വെച്ചിരിക്കുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദേഹേച്ഛയിൽ നിന്ന് സംസാരിക്കുന്നവനായിട്ടാണോ നാം ധരിച്ചു വെച്ചിരിക്കുന്നത്? അതായത് നിന്റെ തലയിൽ ഒരു ഇരുമ്പ് കൊണ്ടുള്ള ആണി കുത്തിയിറക്കുന്നതാണ് അന്യസ്ത്രീയെ സ്പർശിക്കുന്നതിനേക്കാൾ നിനക്ക് ഉത്തമം, അല്ലെങ്കിൽ തന്റെ ഭർത്താവിന്റെ അടുത്ത ബന്ധുക്കൾ മരണമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇല്ലെങ്കിൽ സ്ത്രീകളിലേക്ക് നോക്കരുതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ദേഹേച്ഛയിൽ നിന്ന് പറഞ്ഞതാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ, അദ്ദേഹം തന്നിഷ്ടപ്രകാരം ദേഹേച്ഛയിൽ നിന്ന് സംസാരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഖുർആനിൽ സൂറത്തുൻ നജ്മിൽ പറയുകയാണ്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? സ്ത്രീകളെ തൊട്ടുള്ള ഫിത്നയെ നാം ഭയപ്പെടുക, സൂക്ഷിക്കുക. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, എന്ത്? ഇന്ന ദുനിയ ഹുലുവത്തുൻ ഖുദറത്തുൻ വ ഇന്നല്ലാഹ മുസ്തഖ്ലിഫുക്കും ഫീഹാ ഫയൻദുർ കൈഫ തഅമലൂൻ ഫത്തഖുദ് ദുനിയ വത്തഖുൻ നിസാ. നിശ്ചയമായും ദുനിയാവ് അത് മധുരവും പച്ചപ്പുമുള്ളതാണ്, നമ്മളെ ആഗ്രഹിപ്പിക്കും അതിലേക്ക് ദുനിയാവ്. തീർച്ചയായും അള്ളാഹു നിങ്ങളെ അതിന്റെ മുകളിൽ അധികാരികളാക്കും, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയുന്നതിന് വേണ്ടി. നിങ്ങൾ ദുനിയാവിനെ സൂക്ഷിക്കുക, അതിനെ ഭയപ്പെടുക. അതിനുശേഷം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വത്തഖുൻ നിസാ, നിങ്ങൾ സ്ത്രീകളെ സൂക്ഷിക്കുക, ഭയപ്പെടുക. അവരുടെ ഫിത്നയെ തൊട്ട് നാം ഭയപ്പെടുക എന്ന് ആര് പറയുകയാണ്? അവരുടെ ഫിത്നയെ തൊട്ട് ഭയപ്പെടുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് താക്കീത് നൽകുകയാണ്, നമുക്ക് നസീഹത്ത് നൽകുകയാണ്. അതുകൊണ്ട് നാം നമ്മുടെ കണ്ണുകൾ എന്ത് ചെയ്യുക? താഴ്ത്തുക. സ്ത്രീകളുടെ ഫിത്നയെ നാം സൂക്ഷിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവ്വലു ഫിത്നത്ത് ബനി ഇസ്രായീല കാനത്ത് ഫിൻ നിസാ, ബനു ഇസ്രായേലിയരുടെ ആദ്യത്തെ ഫിത്ന അത് സ്ത്രീകളിലായിരുന്നു. ബനു ഇസ്രായേലിയരുടെ ആദ്യത്തെ ഫിത്ന സ്ത്രീകളിലായിരുന്നു. മുൻകഴിഞ്ഞ വേദക്കാരിൽപ്പെട്ട അധികവും നശിച്ചു പോയതുപോലെ നാമും നശിച്ചു പോകാതെ നാം സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു, അലം യഅനി ലില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ് വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വിശ്വസിച്ചവർക്ക് അവർക്ക് അവതരിച്ചു കിട്ടിയതിലും അള്ളാഹുവിന്റെ ദിക്റിലായിക്കൊണ്ടും അവരുടെ ഹൃദയങ്ങൾ കീഴൊതുങ്ങുവാനും തങ്ങൾക്ക് മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കുവാനും അവർക്ക് സമയമായില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അല്ലാഹുൽ മുസ്തആൻ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? അള്ളാഹുവിനെ ഭയപ്പെടുക. നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മക്കൾക്കും അന്യപുരുഷന്മാരുമായിട്ടും ഇടപഴകുന്നതിനെ നാം എന്ത് ചെയ്യുക? തൃപ്തിപ്പെടാതിരിക്കുക. മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു പറയുന്നത് നാം നോക്കുക. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ സ്ത്രീയുടെ കൂടെ ഒരു അന്യപുരുഷനെ കാണുകയാണെങ്കിൽ ഞാൻ അവന്റെ കഴുത്ത് മുറിക്കുക തന്നെ ചെയ്യും, ഞാൻ അവനോട് പൊറുക്കുകയില്ലെന്ന് ആര് പറഞ്ഞു? സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഇത് സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അറിയിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അപ്പോൾ എന്താണ് പറഞ്ഞത്? സഅദ് പറഞ്ഞത് ശിദ്ദത്തായി പോയെന്നാണോ, അല്ലെങ്കിൽ അത് കടുത്തു പോയെന്നാണോ? അല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മറിച്ച് പറഞ്ഞു, അത്തഅജബൂന മിൻ ഗൈറതി സഅദിൻ ഫല്ലാഹു ലഅന അഗീറു മിൻ വല്ലാഹു അഗീറു മിന്നീ. നിങ്ങൾ സഅദിന്റെ ഗീറത്ത് കണ്ട് അത്ഭുതപ്പെടുകയാണോ? അല്ലാഹുവാണ് സത്യം, വല്ലാഹി ഞാൻ സഅദിനേക്കാൾ ഗീറത്തുള്ളവനാണ്, അല്ലാഹു എന്നേക്കാൾ ഗീറത്തുള്ളവനാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അപ്പൊ നാം എന്ത് ചെയ്യുക? ഗീറത്തുള്ളവരാവുക. നമ്മുടെ ഭാര്യമാർക്ക്, നമ്മുടെ മാതാക്കൾക്ക്, നമ്മുടെ മക്കളുടെ അടുത്തേക്ക് അന്യപുരുഷൻ പ്രവേശിക്കുന്നത് നാം ഇഷ്ടപ്പെടാതിരിക്കുക. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇല്ലെങ്കിൽ ഒരു റിയായത്ത് നമ്മളെ മേൽ ഏൽപ്പിച്ചിട്ട് ഒരു അധികാരം അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ മേൽ നമ്മുടെ അധികാരം ഏൽപ്പിച്ചിട്ട് അവർക്ക് നാം തൃപ്തിപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സ്ത്രീ പുരുഷ കൂടിക്കരൽ നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ പെൺമക്കൾക്കും നാം തൃപ്തിപ്പെട്ട് കൊടുക്കുകയാണെങ്കിൽ അത് അവരോടുള്ള വഞ്ചനയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നാം കാണുക, മാ മിൻ അബദിൻ യസ്തറഈഹില്ലാഹു റഈയതൻ യമൂതു യൗമ യമൂതു വഹുവ ഗാശിൻ ലിറഈയതിഹി ഇല്ലാ ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഒരു അടിമയുടെ മേലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സംരക്ഷണ ചുമതല ഏൽപ്പിച്ചിട്ട്, ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് അധികാരം ഏൽപ്പിച്ചിട്ട് അവൻ അവരോട് വഞ്ചന കാണിച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അവന്റെ മേൽ അള്ളാഹു സ്വർഗത്തെ ഹറാമാക്കും. അതായത് നാം നമ്മുടെ റിആയത്തിലുള്ള, നമ്മുടെ കീഴിലുള്ള നമ്മുടെ ഭാര്യയ്ക്ക്
നമ്മുടെ മക്കൾക്ക്, പെൺമക്കൾക്ക് നാം അന്യപുരുഷ കൂടിക്കലർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയ ഈ അന്യപുരുഷ കൂടിക്കലർ തൃപ്തിപ്പെടുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു അന്യപുരുഷൻ അവരിലേക്ക് പ്രവേശിക്കുന്നത് നാം അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ നാം അവരോട് വഞ്ചന കാണിക്കുകയാണ്. അങ്ങനെ വഞ്ചന കാണിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗം ഹറാമാക്കുമെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് അറിയിച്ചു തന്നത്. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നാം സൂക്ഷിക്കുക. നാം നമ്മുടെ നഫ്സിനെ നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക. അതുപോലെ തന്നെ നമ്മുടെ കുടുംബക്കാരെയും നാം എന്ത് ചെയ്യുക? നമ്മുടെ ഈ നരകത്തിൽ നിന്ന് നമ്മുടെ കുടുംബക്കാരെയും സംരക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസക്കും വഅഹ്ലീകും നാറാ, നീ നിന്റെ നഫ്സിനെയും സ്വന്തം ശരീരത്തെയും നിന്റെ കുടുംബക്കാരെയും നീ എന്ത് ചെയ്യുക? നരകത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു. ഒരു മുസ്ലിമിന് ഈ തിന്മയിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാൻ നമ്മൾ മേൽ പറഞ്ഞ ഹദീസുകളും ഖുർആനായത്തുകളും ധാരാളമാണ്. മറിച്ച് ഒരു മുഅ്മിനാണെങ്കിൽ അവൻ ഒരൊറ്റ ഹദീസ് മതി, അല്ലെങ്കിൽ ഒരൊറ്റ ഖുർആനായത്ത് മതി, ഒരൊറ്റ ദലീൽ മതി അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് അവന് വിട്ടു നിൽക്കാൻ. എന്നാൽ ദേഹേച്ഛയുള്ള, ഇല്ലെങ്കിൽ ദേഹേച്ഛയുടെ ഒരാൾ, സ്വന്തം ദേഹത്തിന്റെ ഹവയെ പിൻപറ്റുന്ന ആളിന് 1000 തെളിവുകൾ കിട്ടിയാലും അവനെന്ത് മതിയാവൂല. ഇതിങ്ങനെയല്ലേ എന്നവൻ അതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ കൽപ്പനയെ നിഷേധിക്കുകയും തന്റെ ദേഹേച്ഛകളെ പിൻപറ്റുകയും ചെയ്യുന്നവരിൽ പെട്ടുപോകുന്നതിനെ നാം എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. തന്റെ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരെ പറ്റി അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എന്താണ് പറഞ്ഞത്? അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ أفرأيت من اتخذ إلهه هواه وأضله الله على علم وختم على سمعه وقلبه وجعل على بصره غشاوة فمن يهديه من بعد الله أفلا تذكرون. എന്നാൽ തന്റെ ദേഹേച്ഛയെ ഇലാഹാക്കിയവനെ, അതിനെ പിൻപറ്റിയവരെ നീ കണ്ടുവോ? തന്റെ ഇൽമു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പിഴപ്പിച്ചിരിക്കുന്നു. അവന്റെ കാതിനും ഹൃദയത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല മുദ്ര വെച്ചിരിക്കുന്നു. അള്ളാഹുവിന്റെ കണ്ണിന്റെ മേൽ ഒരു മൂടിയിട്ടിരിക്കുന്നു. എന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അള്ളാഹുവിന് പുറമെ അവനെ ഹിദായത്തിലാക്കാൻ ആരാണുള്ളത്? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അപ്പോൾ തന്റെ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരുടെ കാര്യത്തിൽ നമുക്ക് യാതൊന്നും ചെയ്യാൻ കഴിയുകയില്ല. അല്ലാഹുൽ മുസ്തആൻ, ഇയാദൻ ബില്ലാഹ്. നാം എന്ത് ചെയ്യുക? ഈ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞവരെ, അതായത് ഈ ദേഹേച്ഛകളെ പിൻപറ്റുന്നവരുടെ കൂട്ടത്തിൽ ആയി പോകാതിരിക്കുന്നതിനെ നാം സൂക്ഷിക്കുക. ആവാതിരിക്കുവാൻ വേണ്ടി നാം സംരക്ഷണം തേടുക. ഒരു മുഅ്മിൻ എന്താണ്? ഒരു മുഅ്മിൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന കിട്ടിയാൽ എന്താണ് അവൻ പറയുക? സമിഅനാ വഅതഅനാ, ഞാൻ അനുസരിച്ചു, പിൻപറ്റിയിരിക്കുന്നു, ഞാൻ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നൊരു മുഅ്മിൻ പറയും. എന്നാൽ ഒരു നിഷേധിയാണെങ്കിലോ, അള്ളാഹുവിന്റെ ഒരു കൽപ്പന അവനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയണം, എന്ത് പറയും? സമിഅനാ വഅസൈനാ, ഞാൻ കേട്ടിരിക്കുന്നു, ഞാൻ നിഷേധിച്ചിരിക്കുന്നു എന്ന് ആര് പറയും? ഇയാദൻ ബില്ലാഹ്. അല്ലാഹുൽ മുസ്തആൻ ഒരു നിഷേധി പറയും. ഒരു മുഅ്മിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താണ് പറഞ്ഞത്? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അല്ലാഹുവും റസൂലും ഒരു കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ സത്യവിശ്വാസികളായ സ്ത്രീക്കാകട്ടെ പുരുഷനാകട്ടെ തങ്ങളുടെ കാര്യത്തിനെ സംബന്ധിച്ച് സ്വന്തമായ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കുന്നതില്ല. അപ്പോൾ നാം മേൽപ്പറഞ്ഞ ഹദീസുകളിൽ നിന്നും ഖുർആൻ ആയത്തുകളിൽ നിന്നും ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ചതാണെന്നും, അന്യ സ്ത്രീകളിലേക്ക് പ്രവേശിക്കുന്നതും അന്യ പുരുഷന്മാരിലേക്ക് ഒരു അന്യ സ്ത്രീ പ്രവേശിക്കുന്നതും നമ്മുടെ ശരീഅത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചു തരാത്ത കാര്യമാണെന്നും അത് ഹറാമാണെന്നും മനസ്സിലാക്കി നാം ഈ നസീഹത്ത് സ്വീകരിക്കുകയും അതിനനുസരിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ച് സമിഅനാ വഅതഅനാ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക. അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് ജീവിച്ചവന് കീഴൊതുക്കത്തിലായിക്കൊണ്ട് മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹുവിന്റെ ദീനിനെ എതിർക്കുന്ന എല്ലാ ദേഹേച്ഛകളിൽ നിന്നും അള്ളാഹു നമ്മളെ സംരക്ഷിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹ്, അൽഹംദുലില്ലാഹ്, ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി, വഅശ്ഹദു അൻ ലാ